പോയി പറഞ്ഞപ്പോ പറയണേ ഇല്ല നോക്കിമ്മ അമ്മി ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖനല്ലേ? അപ്പം ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ വെള്ളമൊക്കെ നിറച്ച് ഇന്നൊരു ചെറിയ യാത്രയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പം ഞാൻ തിളപ്പിച്ചാറിയ വെള്ളമൊക്കെ കുപ്പിയിലൊക്കെ ആക്കി വെച്ചു. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളാണ് കേട്ടോ നോക്കുന്നത്. എല്ലാവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല, ഇപ്പോഴും കൂടി തന്നെയാണ്. വിരുന്ന് പോയിട്ട് തിരിച്ചു വന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾക്ക് രാവിലെ ഒരു യാത്ര പോവാണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ പോണവർക്ക് മാത്രമുള്ള ബ്രേക്ക്ഫാസ്റ്റ് പഴം പുഴുങ്ങിയിരിക്കുകയാണ് കേട്ടോ. പെട്ടെന്നാകുമല്ലോ, അതാകുമ്പോൾ എളുപ്പം പണി കഴിയും ചെയ്യും. രാവിലെ ഒരുപാട് നിന്ന് തിരിയേണ്ട ആവശ്യമില്ല. അപ്പോൾ പഴം പുഴുങ്ങുക, പിന്നെ ചായ ഉണ്ടാക്കുക, ആ രണ്ട് സംഗതികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഉമ്മച്ചി തലേ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അലാറം വെച്ചോണ്ടി എന്നിട്ട് ഇന്നെ വിളിച്ചോണ്ടി എന്നൊക്കെ ഉള്ളത്. കാരണം ഇമ്മാർക്ക് അവൾക്ക് ചായ ഉണ്ടാക്കി തരാനൊക്കെ ഉള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായത്. പിന്നെ ഞാൻ നല്ല തണുപ്പാണ്, അപ്പോൾ രാവിലെ ഉമ്മാനൊക്കെ തിരുത്താനൊന്നും നിന്നില്ല. ഞാൻ തന്നെ ചായയും കടിയൊക്കെ ഉണ്ടാക്കി. പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിക്കാൻ കേട്ടോ. ഞങ്ങൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് വേണം സെനിമോനെ ഉണർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരെയും കൊണ്ടൊന്നും പോണില്ല, ഞാനും കുഞ്ഞുണ്ടിയും സെനിമോനും കൂടിയുള്ളൊരു യാത്രയാണ് കേട്ടോ. എങ്ങോട്ടാണ് എന്താണെന്നുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ വഴിയേ പറഞ്ഞുതരാം കേട്ടോ. അപ്പം എന്നാലും ഞങ്ങൾ ചായയും കുടിച്ച് പിന്നെ സെനിമോനും മാറ്റിയൊരുക്കി ചായയൊക്കെ കൊടുത്ത് ഞങ്ങളിതാ യാത്ര തുടങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് സ്ഥലം വരെ ബൈക്കിനാണ് പോയത്. കുറച്ച് ഏറ്റവും അവിടുന്ന് ഇങ്ങോട്ട് ബസ്സില്ല നമ്മൾ കൂടി ആ സമയത്തൊന്നും കേട്ടോ. ഞങ്ങളൊരു 5:30 സമയത്താണ് ഇറങ്ങിയത്. അപ്പോൾ ആ സമയത്തൊന്നും ബസ്സില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ ഈ ഇടയ്ക്കര കൊണ്ടുവന്ന് വണ്ടിയൊക്കെ വെച്ച് പിന്നെ അവിടുന്ന് അങ്ങോട്ട് കോഴിക്കോട്ടേക്ക് നേരിട്ട് ബസ്, ആ ഒരു ബസ്സിലാണ് കയറിയത്. ഇനി കേട്ടോ കയറിയ സമയത്ത് കൊടുക്കാത്ത തിരക്കേനി, കാരണം സ്കൂളൊക്കെ പൂട്ടി എല്ലാവരും വിരുന്ന് പോകണം ആ ഒരു തിരക്കിലാണ്. അപ്പോൾ ബസ്സിലും ആ ഒരു തിരക്കൊക്കെ ഉണ്ടേനു. പിന്നെ കുറച്ച് അങ്ങോട്ട് എത്തിയിട്ടാണ് എനിക്ക് സീറ്റൊക്കെ പോയോ. ഞാൻ പറഞ്ഞേ പോയി പറഞ്ഞപ്പോ പറയണേ ഇല്ല പൂച്ചിച്ചാൻ പോയത്. ഇവിടുന്ന് ചാർജ് പോണോ? അങ്ങനെ നീണ്ട ഒരു 2-2.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങളതാ കോഴിക്കോട് വന്നിറങ്ങിക്കണം കേട്ടോ. സെനിക്കുട്ടന് അവിടുന്ന് കയറിയപ്പോൾ തൊട്ട് ഇപ്പച്ചിൻ്റെ കൂടെ തന്നെ ഇനി കേട്ടോ. അപ്പോൾ ബാക്കിൽ ആണ് ഇപ്പച്ചിക്കും കുട്ടിക്കും സീറ്റ് കിട്ടിയത്. അവിടെ ഇരുന്ന് ആള് ഇവിടെ കോഴിക്കോട് എത്തണ വരെ നല്ല സുഖ നിദ്രയിലേനു. അങ്ങനെ കോഴിക്കോട് എത്തി. രാവിലത്തെ പഴം ചായയൊക്കെ ഏതോ വൈക്ക് പോയിട്ടുണ്ടായിന്. അപ്പോൾ വിശന്നിട്ട് വൈകേനു. അപ്പോൾ ഇപ്പോൾ തൽക്കാലികം നമുക്ക് ചായയും ലഘുവടിയും എന്തെങ്കിലുമൊക്കെ കഴിക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചായ കുടിക്കുന്ന സമയത്ത് പോലും ഞാൻ കൈയാട്ടിട്ടോ വന്നിട്ടില്ലേനു. അതുകൊണ്ട് എന്താ ഇന്നത്തെ ദിവസം ഫുള്ള് ഞാൻ ഫ്രീ ആയിന് കേട്ടോ. കുഞ്ഞുട്ടിക്ക് അതിന് വേണ്ടിയിട്ട് കയ്യിനൊരു ഒഴിവ് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഓൻ്റെ കടി തിന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ അത് കയ്യിലും പിടിച്ചിട്ട് ഞങ്ങൾ ബാക്കി യാത്ര തുടർന്നു കേട്ടോ. കാരണം എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണം, അവിടുന്ന് ചീട്ടെടുക്കണം എന്നുള്ളതാണ് മനസ്സിലുള്ള ചിന്ത. അപ്പോൾ ഇപ്പോഴത്തെ നമ്മളെ ഹോസ്പിറ്റൽ പോക്ക് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾ പലരും കമൻറ്റിൽ ചോദിക്കലുണ്ട് സെനിമോൻ്റെ കണ്ണിന് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കലുണ്ടല്ലോ. ഒരു കണ്ണ് കൊണ്ടത് നമ്മൾ സാധാ വലിപ്പം, ഒരു കണ്ണൊരു ഇത്തിരി ചെറുതാണ്. അപ്പോൾ ഒരു കണ്ണ് വലിപ്പം ചെറുപ്പം എല്ലാവർക്കും ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാവില്ലെങ്കിലും പലപ്പോഴായിട്ട് കാണുമ്പോൾ കണ്ണ് അല്ലെങ്കിൽ കൂട്ടിങ്ങനെ തുറപ്പിച്ച് നോക്കുന്ന സമയത്ത് ഒരു കണ്ണ് വലുതാണ് ഒരു കണ്ണ് ചെറുതാണെന്നുള്ളത് പലർക്കും അറിയാം. അപ്പോൾ അത് കാണിച്ചിട്ടുണ്ടെങ്കിലോ ഡോക്ടറെ കാണിച്ചില്ലേ എന്നൊക്കെ പലരും ചോദിക്കലുണ്ട്. ചെറുപ്പത്തിൽ തന്നെ ഒരു 3-4 മാസമായ സമയത്ത് തന്നെ നമ്മൾ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പം ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു കണ്ണിൻ്റെ പോളക്ക് ബലം കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ കണ്ണ് ചെറുതായിട്ടും മറ്റേ കണ്ണ് വലുതായിട്ട് സാധാ ഒരു നോർമൽ വലിപ്പമുണ്ട് മറ്റേ കണ്ണ് അങ്ങനെ തോന്നണത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ചെറുപ്പത്തിലൊന്നും ചെയ്യാൻ പറ്റൂല, ഒരു 2 വയസ്സായിട്ട് നിങ്ങൾ വരും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു 2 വയസ്സാകണ വരെ ആ ഒരു ആശ്വാസത്തും ഇങ്ങനെ പോന്നിക്കേനി. അങ്ങനെ 2 കഴിഞ്ഞു, 2 കാലമായി. അപ്പോൾ ഞങ്ങൾ വീണ്ടും ആ സെയിം ഡോക്ടറെ തന്നെ കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ ആ ഡോക്ടറെ കാണിച്ചപ്പോൾ ആ ഡോക്ടർ പിന്നെ കോഴിക്കോടുള്ള കോൺട്രസ് കണ്ണ് ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, കണ്ണിൻ്റെതായിട്ട് ഒരു ഹോസ്പിറ്റൽ കേട്ടോ. ഞാൻ ഈ ഹോസ്പിറ്റൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നതും കാണുന്നതും ഒക്കെ കേട്ടോ ഈ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട്. അപ്പോൾ ആ ഹോസ്പിറ്റലിലേക്കാണ് എഴുതി തന്നിട്ടുണ്ടായിരുന്നത്. അവിടെ ലൈല മോഹൻ എന്ന് പറഞ്ഞ ഡോക്ടറെയാണ് കേട്ടോ ഞങ്ങൾ കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡോക്ടറെ ഞങ്ങൾ കുറച്ച് 9 മണി തൊട്ട് വെയിറ്റ് ചെയ്തിരുന്ന് ഏതായാലും ഡോക്ടറെ കണ്ടു. ഡോക്ടർ
മറ്റേ ഡോക്ടർ പറഞ്ഞ അതേ സെയിം തന്നെയാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഓൾക്ക് ഒരു ഇച്ചിരി ബലം കുറവാണ്. ഇനിയിപ്പോൾ നമുക്ക് കണ്ണിന് എന്തെങ്കിലും കാഴ്ചൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ നരമ്പിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടോ എന്നൊക്കെ അറിയാൻ കുറച്ച് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ അതിലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ കണ്ണിൽ മരുന്ന് ഒഴിച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ 1 മണിക്കൂറിൻ്റെ ഗ്യാപ്പിൽ ഞങ്ങളിവിടെ താഴത്ത് വന്ന് പൊറാട്ടയും ചായയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ലഘുകടിയൊക്കെ എപ്പോഴോ വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 11:45 ആയപ്പോഴാണ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയത്. അപ്പം ആ ഒരു സമയത്ത് വന്നിട്ട് ഞങ്ങൾ പൊറാട്ടയും ചായയൊക്കെ കഴിച്ചു. പിന്നെ ജനുമോന് സ്വെറ്ററൊക്കെയാണ് ഇട്ടിരുന്നത്. അപ്പോൾ അതൊക്കെ ഊരി ഞാൻ എക്സ്ട്രാ ട്രൗസറും കുപ്പായൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഡ്രസ്സൊക്കെ മാറി. പിന്നെ ഒരു 10-11 ആയി കഴിഞ്ഞാൽ പിന്നെ വെയിലാണല്ലോ, അപ്പോൾ തണുപ്പൊക്കെ പോയി കണ്ട് അങ്ങനെ ഞങ്ങൾ ആ 1 മണിക്കൂർ ആവണ വരെ താഴത്ത് ഇങ്ങനെ കുറച്ച് ഇളം കാറ്റും ഇളം തെന്നലൊക്കെ കൊണ്ട് അങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 1 മണിക്കൂർ ആയപ്പോൾ ഞങ്ങളിതാ വീണ്ടും റിട്ടേൺ തിരിച്ചു വന്നു. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വേറൊരു പീഡിയാട്രീഷ്യനെ ആണ് കേട്ടോ കാണിക്കാനുണ്ടായിരുന്നത്. ഒക്കെ ഈ കണ്ണിൻ്റെ സംഗതി തന്നെ. അപ്പോൾ ആ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് അവിടെ കാണിച്ചു. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ കാണിക്കണ ഡോക്ടറെ തന്നെ, ലൈല മോഹൻ ഡോക്ടറെ തന്നെ ഒന്നുകൂടി കാണിക്കണം. അപ്പോൾ ഡോക്ടർ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ഡോക്ടറാണ് കേട്ടോ. നമ്മൾ ബുക്കിങ്ങിന് വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.5 മാസമൊക്കെ ബുക്കിങ്ങിന് വെയിറ്റിംഗ് ഉണ്ട് എന്നാണ്. പിന്നെ നമുക്ക് മറ്റേ ഡോക്ടർ റെഫറൻസ് ചെയ്തതാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒലിക്ക് നോക്കിയ തലേ ദിവസം വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വന്നോളി എന്ന് പറഞ്ഞാണ് അങ്ങനെ വന്നതേനി കേട്ടോ. അങ്ങനെ എന്തായാലും കുറച്ചധികം സമയം നമ്മളവിടെ ഇരുന്ന് നമ്മൾ 4:15 കേട്ടോ തിരിച്ച് ഇറങ്ങിയിട്ടുണ്ടായിനിയത്. അപ്പോൾ അതാ ഞങ്ങൾ തിരിച്ച് പോയി. പിന്നെ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ സമയം 7:30 ആയിട്ടുണ്ടായിനി കേട്ടോ. 2-3 മണിക്കൂറത്തെ യാത്രയുണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിനിയത് പോളൻ്റെ ആ ഒരു പ്രശ്നം മാത്രമേ അവനുള്ളൂ. ഒരു പോളക്ക് ബലം കുറവുള്ളതുകൊണ്ടാണ് അത് കണ്ണ് ചെറുതായിട്ടുള്ളത്, അല്ലാതെ കാഴ്ചക്കും നരമ്പിനൊന്നും ഒരു പ്രശ്നമല്ല. അത് പറഞ്ഞപ്പോൾ നമുക്കും തന്നെ ഒരു സമാധാനം കേട്ടോ. ഇനിയിപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞിട്ട് ഒന്നുകൂടി വരാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അപ്പോൾ നമുക്ക് സർജറിനെ പറ്റി ആലോചിക്കാം എന്നാണ് പറഞ്ഞത്. എന്തായാലും കാഴ്ചക്കൊന്നും ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു സമാധാനത്തിൽ ഞങ്ങൾ തിരിച്ചു പോന്നു. പിന്നെ വന്നപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് കുഞ്ഞുട്ടിനെ വീണ്ടും വീട്ടിൽ കൊണ്ടുപോയി തന്നു കേട്ടോ. കാരണം നമുക്ക് പോകാനുള്ള സമയമായിട്ടില്ലല്ലോ. നമ്മൾ 2 ദിവസം ആയിട്ടല്ലേ ഉള്ളൂ വിരുന്ന് വന്നിട്ട്. 5 ദിവസത്തിന് വിരുന്ന് വന്നിട്ട് പിന്നെ 2 ദിവസം ആയിട്ട് എങ്ങനെയാണ് നമ്മൾ പോവുക. അപ്പോൾ കുഞ്ഞുട്ടി റിട്ടേണിനെ പെരീക്ക് തന്നെ കൊണ്ടുപോയി തന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കുഞ്ഞുട്ടി അന്ന് തന്നെ പോയിട്ടുണ്ടായിനി കേട്ടോ. രാത്രിക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു. കാരണം പിറ്റേന്ന് രാവിലെ കുഞ്ഞുട്ടിക്ക് പണിയുണ്ട്. അപ്പോൾ ഇവിടുന്ന് പണിക്ക് തിരിച്ച് പോകാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് കാക്ക അന്തിക്ക് ഞങ്ങളിവിടെ കൊണ്ടുവന്ന് തട്ടി തിരിച്ചു പോയിട്ടുണ്ടായിനി കേട്ടോ. അപ്പം ഞാനിതാ നല്ല ഫുഡൊക്കെ കഴിച്ച് നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം നല്ല ഉഷാറായിട്ട് എനർജി ആയിട്ട് ഉണർന്നതാണ് കേട്ടോ. അപ്പം ആ ഒരു ദിവസത്തെ വ്ളോഗ് ആകെ ഒരു 7 മിനിറ്റിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. അപ്പോൾ അവിടെ വെച്ച് നിർത്തണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിറ്റേന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് ഇങ്ങോട്ട് തുടങ്ങുകയാണ് കേട്ടോ. പിന്നെ ഈ പ്രകൃതിയുടെ മനോഹാരിതയും രമണീനെയൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യവും ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനതൊക്കെ ഇതിലിങ്ങനെ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ. പിന്നെ നമ്മൾ മുറ്റത്ത് ഒരു മാവുണ്ടായിരുന്നു. ആ മൂവ് ഇതാ മൂവല്ല മാവ് ഫസ്റ്റായിട്ട് പൂത്തിട്ടുണ്ട്. ഇതാ ചെറിയ കണ്ണിമാങ്ങകളൊക്കെ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നത്. അടുത്ത പ്രാവശ്യം നമ്മൾ വരുമ്പോഴേക്കും നമുക്ക് നല്ല മാമ്പഴമൊക്കെ പറിച്ച് ചോപ്പിൽ ഇരുമ്പി തിന്നാം എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ സ്വപ്നം കാണുന്നുണ്ട്. നടക്കുമോ എന്നറിയില്ല. ഞാൻ മാത്രമല്ല ജനുമോനും എന്തൊക്കെയൊക്കെയോ സ്വപ്നം കാണുന്നുണ്ട്. സ്വപ്നം കണ്ട് ആ സിറ്റ് ഔട്ടിൻ്റെ വരമ്പത്തൊക്കെ കയറിയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ പുറം കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞ് ഞാൻ ഇതാ അകത്ത് കയറിയിട്ടുണ്ട്. ചാടിയ ഇതും കൊണ്ട് കുത്തിയതാ. പിന്നെ മമ്മീജി ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ട് മിറ്റടിച്ച് വരാൻ വേണ്ടിയിട്ട് ഇറങ്ങിക്കിടന്നാ. പിന്നെ ആ സമയം കൊണ്ട് ഞാനിതിലൊന്ന് അരിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയൊക്കെ അരിയിട്ടിട്ടുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേ അതൊക്കെ തിളച്ച് വെന്ത് വന്നോളൂല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ സാധാ അന്നത്തെ ഡേ മൈ ലൈഫ് അങ്ങനെ അങ്ങോട്ട് ഷൂട്ട് ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ ഒരു ലഞ്ച് വ്ളോഗ് പോലെ ഷോർട്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അധികം ക്ലിപ്സൊന്നും ഇതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം എന്തായാലും ഈ പപ്പായ ഉണ്ടല്ലോ അതൊന്ന് സെറ്റാക്കി കൊടുക്കട്ടെ കേട്ടോ. ഇത് ഞാൻ ഇമ്മ പറഞ്ഞ പോലെ തന്നെ കിളി കൊത്തിയതല്ല. ഇമ്മ അത് ഇത് വെച്ചിട്ടേ കോല് വെച്ചിട്ട് കുത്തിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ കണ്ട് പൂണ്ട് പോയതാണ് കേട്ടോ. അപ്പം നമ്മൾ പപ്പായ നല്ലപോലെ ഒന്ന് കേകിയെടുത്തിട്ടാണ് ചെയ്തിരിക്കണത്. ഇതിനെ തൊലി കളയലൊന്നും നടക്കൂല കേട്ടോ. കാരണം അത്രക്കൂരം വിളവിളായിട്ടുണ്ടായിനെ. പിന്നെ അതൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞ് മെല്ലെ ഒന്ന് തൊട്ട് തലോടാനൊക്കെ പറ്റുള്ളൂ. അത്രക്കൂരം വിളവിളായിട്ടുണ്ടായിട്ടത്. അത് പിന്നെ ഞാൻ അതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അത് തൊലിയൊന്നും കളയാതെ അങ്ങനെ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്പൂൺ ഇട്ട് കൊടുത്താൽ മറ്റേ കോരി കഴിക്കാൻ പറ്റണ ആ ഒരു പാകത്തിലായിട്ട് നല്ല മധുരം ഉണ്ടായിന് കേട്ടോ.
എനിക്കും മക്കൾക്കും ഒക്കെ ഈ പപ്പായ പഴിക്കുമ്പോൾ മാത്രമാണ് കേട്ടോ അതിനോടൊരു സ്നേഹം ഉണ്ടാവുക. പച്ചയാകുമ്പോൾ ഞങ്ങൾക്ക് ആർക്കും അതിനോട് വലിയ ഇഷ്ടവും കഴിക്കാൻ ആഗ്രഹങ്ങളൊന്നുമില്ല. അപ്പം ഉമ്മ പിന്നെ ഇങ്ങനെ പഴുത്തതൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പാത്തക്കല്ലുണ്ട് കേട്ടോ. അങ്ങനെ പാത്തച്ച് ആയതാണ് അതങ്ങനെ. പിന്നെ ഉമ്മാക്ക് ഒന്ന് മത്തിയൊക്കെ ഒന്ന് നന്നാക്കി കൊടുത്ത് സഹായിക്കാം എന്ന് വിചാരിച്ചു. മീൻകറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിക്ക് മത്തിയൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് മക്കൾ ഇവിടെ ഓരോരോരോ പിരാന്തൊക്കെ കാട്ടിക്കാണ്ട് അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. വെയിൽ കൊള്ളിച്ചല്ലേ നമ്മ തല്ലിട്ടാ നോക്കിക്കൊണ്ടിട്ടോ നീയാ എന്തൊരു കളിയാ കളിച്ചേ? അമ്മിക്കുട്ടിയോ? അമ്മിക്കുട്ടി ആരാണ്? അമ്മി അമ്മി ആ വലിയ പെണ്ണ് കുട്ടി അമ്മി കുട്ടിയാ വലിയ ചെറുക്കൻ. വലിയ ചെറുക്കനാ കുട്ടി? കുട്ടിയാ അമ്മിക്കുട്ടിയേ? എടി വെയിൽ കൊള്ളണ്ടേ ചുക്കുവാണി കുഞ്ഞിക്കിളിയേ, വെയിൽ കൊള്ളല്ലേ? വെയിൽ കൊള്ളണ്ട, പൊയ്ക്കോളി പൊയ്ക്കോളി. എന്താ ഉണ്ടാക്കണേ? ബിരിയാണിയാ ഉണ്ടാക്കിയിട്ട് മെച്ചിനെ വിളിച്ചോ? മെച്ചിക്ക് തരുമോ ബിരിയാണി? അങ്ങനെ അതാ ഇമ്മ മീൻകറിയൊക്കെ സെറ്റാക്കി കൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ കുക്കിങ്ങിൻ്റെ കാര്യത്തിലൊന്നും ഞാൻ ഇന്ന് വല്ലാണ്ട് കൈ കടത്തിയിട്ടില്ല. ഞാൻ ക്ലീനിങ് ഏറ്റെടുത്തു. നമ്മൾക്ക് പിന്നെ ക്ലീനിങ് ആണല്ലോ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. അപ്പം ക്ലീനിങ് സെക്ഷൻ ഞാൻ ഏറ്റെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കുട്ടികളാണെങ്കിൽ ഇന്ന് നേരം വൈകിട്ടാണ് എണീച്ചിട്ടുണ്ടായിരുന്നത്. മദ്രസും സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്യാവശ്യം നല്ലോണം ഉറങ്ങിയിട്ട് പിന്നെ സൈനിക്കുട്ടനൊക്കെ ഒരു 9-9:30 വരെ കിടന്നുറങ്ങിനേനി കേട്ടോ. ഇന്നലത്തെ ക്ഷീണം ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ തീർത്തിട്ടാണ് ആൾ എണീച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഞാനൊക്കെ ഒന്ന് ഒതുക്കി പറക്കി വെച്ച് അടിച്ചു വാരിയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ കോലം കണ്ട് നിങ്ങളാരും ഞെട്ടണ്ട. പെരയിൽ വരുമ്പോൾ ഞാൻ മിക്കവാറും ഉമ്മാൻ്റെ മാക്സിയാണ് എടുത്തിടുക. ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഞാൻ ആകെ 1-2 കൂട്ടം, ഒരു കൂട്ടം ചിലപ്പോൾ കൊണ്ടുവരുള്ളൂ. ചിലപ്പോൾ 1-2 ദിവസത്തിനാണെങ്കിൽ ഞാനൊന്നും കൊണ്ടുവരലില്ല. കാരണം ഇവിടെ വന്നിട്ട് ഇമ്മാൻ്റെ മാക്സി വലിച്ചിടലാണ് എനിക്കുള്ള പണി. ഇമ്മാൻ്റെ മാക്സി പിന്നെ എനിക്ക് കുറച്ച് ലൂസ് ആപ്ലിക്കേഷനും നീളം എത്താപ്ലിക്കേഷനൊക്കെ ആണെങ്കിലും ഞാൻ ഉമ്മാൻ്റെ മാക്സിയാണ് കേട്ടോ എടുത്തിടുക ഇവിടെ വരുമ്പോൾ. അപ്പം അതാണ് ഡ്രസ്സൊക്കെ ലൂസായിട്ടുള്ള ഡ്രസ്സ് കേട്ടോ. നിയമക്കും ഡ്രസ്സൊന്നും കൊണ്ടുവരലില്ല, കാരണം ഇവിടെ ആരുടെങ്കിലൊക്കെ ഉണ്ടാവും. പിന്നെ ജനുമോനും അധികം കൊണ്ടുവരലില്ല. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് എന്തെങ്കിലും നുള്ളുനൂറുമ്പായിട്ട് ഒരു ബാഗും പിന്നെ ഒരു കവറ് കാരണം മാതിരിയൊക്കെ എടുക്കാനുള്ള സാധനങ്ങളുണ്ടാവും. അങ്ങനെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് അപ്പോഴേക്കും ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. കൈപ്പങ്ങ ഉപ്പേരിയും മീൻ കറിയും മീൻ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി നല്ല മൃഷ്ടാനം ഊണും കഴിച്ച് നല്ലൊരു ഉറക്കം പാസ്സാക്കി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.